പറ്റാതെ അടിച്ചാ പോരാനോ? അടിച്ച് ഓവറാക്കിയിട്ട് എന്നെ ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞോട്ടെ. വസ്താനെ എങ്ങനെയുണ്ടായിരുന്നു? കേട്ടായിരുന്നോ? താങ്ക് യു വസ്താനെ. എന്നാ ഞാൻ അങ്ങോട്ട് പോയി. നിങ്ങളുടെ സമയത്ത് തെളിഞ്ഞു മക്കളെ. ഇന്നു മുതൽ ആരും നിങ്ങൾ വരട്ടാൻ വരില്ല. ഇനി ആരെങ്കിലും വന്നാൽ തന്നെ ഞാൻ നിന്നേ. എവിടെ തിരിഞ്ഞാലും മുഖംമൂടികളാണല്ലോ. ആരൊക്കെ ഇത്? ഒന്ന് മാറ്റിക്കേ കാണട്ടെ. അച്ഛോ, ഇത് ടോമും ബിനു അച്ഛോ. അത് ഈ മാസ്ക് വളരെ ബുദ്ധിമുട്ടിട്ടാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വാ തുറക്കാൻ പറ്റത്തില്ല. അടുത്ത അവരുടെ പ്രോഗ്രാമാ. ഞങ്ങൾ ഇവരെ സ്റ്റേജിലാക്കിയിട്ട് പോ ബിനു വാ. പിന്നെ നിങ്ങൾ ലൂയിസിന്റെ വയലും കേട്ടായിരുന്നു. തകർത്തു അല്ലേ? ഇന്നെല്ലാരും കൂടെ അവന്റെ വയലും തല്ലി തറക്കണം. അതെന്തിന്? ആരാണത്? എന്ത് പറ്റി അവന്? ഓരോരുത്തനൊക്കെ മീൻ വിഴുങ്ങാൻ കണ്ട സമയം. ഇന്ന് എത്ര ഇടി കിട്ടിയടാ? 5 മിനിറ്റ് കാത്തുന്നെങ്കിൽ എന്താ? അമ്പരപ്പിക്കുന്ന തെളിവ് കിട്ടിയില്ലേ? പിടി കൊണ്ടുപോയി കൂട്ടുകാരികൾ കാണിച്ചു കൊടു. അവിടെ നിന്ന് ഇതുപോലത്തെ വല്ല തെളിവ് കിട്ടും. അതെ, നിങ്ങളിങ്ങനെ വെള്ളം അടിച്ച് വെള്ളത്തിൽ കിടന്നോ മനുഷ്യ? പഠിക്കാൻ വിട്ട പെണ്ണിന്റെ കാര്യം വല്ല ചിന്തയിലുണ്ടോ? ഇടയ്ക്കൊക്കെ കോളേജിലോ ഹോസ്റ്റലിലോ പോയെന്ന് അന്വേഷിക്കേണ്ട മനുഷ്യനെ. കാലം കെട്ട കാലമാ. ഒന്ന് പോടി വിവരം കെട്ടവളെ. ഇതൊക്കെ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാ മതി. അവൾ എന്റെ മോളാ. കണ്ടവനെ തോളി കയറാനോ മേളിയാടാനോ ഒന്നും എന്റെ തറവാട്ടിൽ ആരും പോയിട്ടില്ലടി. മോളെ ഹോസ്റ്റലിലെ അടിപൊളിയായിരുന്നടി. സ്കൂളോട് തുടങ്ങി രണ്ടും കൂടെ അവിടെ പോയി ഇവിടെ പോയെന്നൊക്കെ. എനിക്ക് തോന്നുന്നേ രണ്ടുപേരും കൂടെ ആ വാഴക്കിടയിൽ എങ്ങനെ ഒളിച്ചിരുന്നിട്ട് കയറി വന്നത്. Come on, I'll show you. വല്ല ഉടായിപ്പോയിരിക്കും. നോക്ക് മക്കളെ, ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ. കണ്ടോ? അയ്യോ, ഇതെന്താ? അയ്യേ, ഇതാ ജിമ്മിൻ റോണിയല്ലേ? വൃത്തികെട്ടൻ. ഇതെങ്ങനെയാ? ഇതെടുക്കാനല്ലേ നിങ്ങൾ ഇവിടെ വന്നതിന് തെളിവ് പോരെ? ഇതിലും വലിയൊരു തെളിവ് ഞാൻ ഇതിലെടുത്തു തരാം. ഹലോ മിസ്റ്റർ കുഞ്ചാക്കോ, സകല തെളിവ് ഒപ്പിയെടുത്തിട്ട് താങ്കളുടെ ഉറങ്ങാണോ? അങ്ങനെ ഹോസ്റ്റലിന്റെ ഗംഭീരമായെങ്കിലും പിറ്റേന്ന് ടിങ്കുവിനും ടീമിന് നല്ല പണി കിട്ടി. അലറിക്കൂവി ഇവനെ ആശുപത്രിയിലേക്ക് ഏറ്റിക്കൊണ്ടുപോയപ്പോൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആസ്മയ്ക്കുള്ള മീൻ മെഴുകിയതാണെന്ന്. ഞാനതൊക്കെ വിശ്വസിച്ചു. ഇനിയും പേരൻസിനെയും കൂട്ടി വന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ കയറിയാൽ മതി. എന്റെയൊക്കെ വേഷം കേട്ടല്ലോ. എടാ, നിന്നോടൊക്കെ ആര് പറഞ്ഞ ആശുപത്രി പോയി തല്ലുണ്ടാക്കാൻ? ഇവനെ കൊണ്ട് ചെന്നപ്പോൾ മൈൻഡ് പോലും ചെയ്യാതെ ഡ്യൂട്ടി ഡോക്ടർ പറയാ ഇവന് വയറ് നിറച്ച് മോരുമളം കലക്കി കൊടുക്കാൻ. അതുകൊണ്ടാണ് വയലന്റ് ആയത്. ഇന്നാളത്തെ പോലല്ല, ഇനിയെങ്കിലും നിനക്ക് മാച്ച് ആവുന്ന ഒരു തന്തം കൂട്ടി കൊണ്ടുപോകാം കേട്ടോ. എടാ, നമ്മുടെ ഈ അജുല്ലേ, അവൻ ശരിക്കും ആരാ മോനെന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ബൈ ചാൻസിൽ അവന്റെ ലാപ്ടോപ്പിലെ കുറച്ച് വീഡിയോസ് കണ്ടു. അപ്പോഴല്ലേ അറിയുന്നു. എടാ, അവൻ ദുബായിലൊക്കെ ഗംഭീര മോഡലായിരുന്നു. +2 ഞാനും ഇങ്ങനെയായിരുന്നു. 5ാം വരി വന്നപ്പോ എല്ലാം പോയി. പക്ഷെ അതിന്റെ വായനൊന്നും വീണ് കിട്ടുന്നില്ല. അവന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ്. ദൈവം തമ്പരാന് പോലും അറിയില്ല അവൻ എവിടെന്നാ വരുന്നത്, എങ്ങോട്ടാ പോകുന്നത്, ആരാണ്ട് നിർബന്ധിച്ച് ചേർത്തോ. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഓരോരുത്തരുടെ സ്വകാര്യ കാര്യങ്ങൾ കയറി അഭിപ്രായം പറയേണ്ടെന്ന്. അവൻ ആരുടെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ തല്ലിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളൊന്നും ചെയ്യുന്നില്ലേ. അറിഞ്ഞോ, നമ്മുടെ ഈ ശ്യാം റഹ്മാനിന്റെ 2 ദിവസം കൂടെ ഹോസ്റ്റലിൽ ഉണ്ടാവുള്ളൂ. ആണോ? അതെന്തുപറ്റി? ഹോസ്റ്റലിൽ റാഗിംഗ് ഒക്കെ കഴിഞ്ഞത്? അതല്ല, കഴിഞ്ഞ ആഴ്ച അമ്മയ്ക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. ചിലപ്പോ ബോധം അറിയുന്നുണ്ട്. അച്ഛന് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി ബുദ്ധിമുട്ടാ. ഒരു ബൈക്കിലാണ് 3/4 മണിക്കൂർ മതി വീട്ടിൽ നിന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചുള്ളൂ ശ്യാമിന്റെ അമ്മയൊന്നും ഒന്ന് കാണണമെന്ന്. അടുത്ത അവധിക്ക് വരുന്നുണ്ട്. അയ്യോ, അത് വേണ്ട. വേറൊന്നുമല്ല, അമ്മ ആരെങ്കിലും പുതുതായി കണ്ട കരച്ചിൽ തുടങ്ങും. അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. മുമ്പൊരിക്കൽ പറ്റിയതാ. ശരി, എന്തായാലും ഞങ്ങൾ നിൽക്കുന്നില്ല. അപ്പൊ മണ്ടേ കാണാം. ബൈ.